അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ വാക്കിനകത്ത് അദ്ദേഹത്തിന് വന്ന് ധാരണപ്പശയാണ്. അത് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ധാരണപ്പശ വന്നുകൊണ്ട് ഞാനത് പിൻവലിച്ചു. അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാണ്, അത് ഞാൻ അംഗീകരിച്ചു, പാർട്ടിയുടെ ഭാഗമാണ്. എന്നാൽ ഒന്ന് രണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞതിനെ പറ്റിയാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ പ്രയാസം വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് പാർട്ടിയോടൊപ്പം നമുക്ക് പോകണം, പാർട്ടിക്ക് എതിരായിട്ട് അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ വരുന്നുണ്ട്, സഖാക്കളുടെ ഒരു ചിന്ത വരുന്നുണ്ട്. അത് അദ്ദേഹത്തെ പോലെ നേതാവിന് യോജിച്ചതല്ല എന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പാർട്ടിക്ക് എതിരാണെന്നോ പാർട്ടിയിലല്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാണ്. പിന്നെ അദ്ദേഹത്തിന് വിമർശിക്കാൻ അവകാശമുണ്ട്. കാരണം ഒരു തെറ്റ് കാണിച്ചു, ഞങ്ങളെല്ലാം ശാസിക്കാനും വിമർശിക്കാനും അദ്ദേഹത്തിന് അവകാശമുണ്ട്. നിങ്ങൾ ആ അവകാശത്തെ ചോദ്യം ചെയ്യേണ്ട, അത് അദ്ദേഹം പറയട്ടെ. തിരുത്താനൊന്നും അദ്ദേഹത്തിന് ഒരു ധാരണ ഇല്ല. അങ്ങനെ ഒരു ധാരണപ്പശുണ്ട്. ഞങ്ങൾ പോയി സംസാരിച്ച് തിരുത്തും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാം. ഞങ്ങളാരും ഈ പറഞ്ഞതിന് പിറ്റേ ദിവസമല്ല ജില്ലാ സെക്രട്ടറി പോയെ, ഒരു കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധമാണ്, നിങ്ങൾ കാണുന്ന ബന്ധമൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധമാണെന്ന് നിങ്ങൾ കാണുന്ന ആളൊന്നുമല്ല. ഞാനും ജി സുധാകരൻ തമ്മിൽ നിങ്ങൾക്കറിയാത്ത വലിയ കെമിസ്ട്രി ഉണ്ടെന്ന് നിങ്ങൾ ചുമ്മാ എത്ര പറഞ്ഞാലും ഞങ്ങളെ തമ്മിൽ അയറ്റാൻ പറ്റത്തില്ല. സംസാരിക്കുമല്ലോ, നേരിട്ട് കണ്ട് സംസാരിക്കും, ഉറപ്പല്ലേ. ഞാനിപ്പോൾ ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ പോകേണ്ടി വന്നുകൊണ്ട് അല്ലെ ഞാൻ പോയി കണ്ട് സംസാരിച്ചതിന് ഞാനവിടെ ചെന്ന് സംസാരിക്കുക, അതൊരു പ്രശ്നമില്ല. ഊഷ്മളതയോടെ എന്നെ സ്വീകരിക്കും. ഞങ്ങൾ തമ്മിൽ അത്ര നല്ല ആത്മബന്ധമാണ്. ആ ബന്ധം നിങ്ങളെ ഞാൻ വിളിക്കാം പോകുമ്പോൾ. നമുക്ക് നല്ലൊരു എന്താണ് അന്നേരം സുധാകരൻ സാറിൻ്റെ മുഖം കാണാമല്ലോ, അല്ലെങ്കിൽ സംസാരം കേൾക്കാമല്ലോ. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം വരും. അങ്ങനെ തർക്കിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ ജില്ലയിലെ പാർട്ടിക്ക് അങ്ങനെ ആർക്കും തർക്കിക്കാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാം. സുധാകരൻ സഖാവിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ചോദിക്കും. ഞങ്ങളുടെ ശ്രദ്ധ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അത് ഞങ്ങൾ ചോദിക്കും. എന്താണ് ആ പ്രയാസം, അത് പരിഹരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു പാർട്ടിയുടെ നേതൃനിരയിൽ തന്നെ നിന്ന് അദ്ദേഹം പ്രവർത്തിക്കും. അതിലൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അതിലൊന്നും കുറ്റം പറയാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സാഹിത്യ സമ്മേളനത്തിൽ പോയിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. സാഹിത്യ സമ്മേളനത്തിൽ പോകുന്നത് ഞങ്ങൾ തെറ്റ് പറയില്ല. അദ്ദേഹം ഒരു സാംസ്കാരിക മേഖലയിൽ നല്ല അറിവും ജ്ഞാനമുള്ള ആളല്ലേ. അങ്ങനെ ഒരു യോഗത്തെ അവർ വിളിച്ചു. അവിടെ പോയി നല്ല എല്ലാം പ്രസംഗിച്ചല്ലോ. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ടാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. അതിനോടൊപ്പം പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് ചിലപ്പോൾ ഞങ്ങളെപ്പോഴും ചില പ്രയാസം തോന്നി കാണും. പിന്നെ ജില്ലാ സെക്രട്ടറി എന്ന് സംസാരിച്ചോ പുള്ളി പറഞ്ഞു അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതോടെ പ്രശ്നം തീർന്നു. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല. ഞാൻ ഉദ്ദേശിച്ചത് പാർട്ടി അത്തരം കാര്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അല്ല, ഞങ്ങൾ അതിന് വേണ്ടി അദ്ദേഹത്തോട് വർക്കുണ്ടാക്കാനൊന്നും പോയില്ല. അതൊരു സമ്മേളനത്തിൽ ഇപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഒരു തെറ്റുമില്ല. പ്രതിപക്ഷം BJP ഒഴിച്ചുള്ള SDP ഒഴിച്ചുള്ള ഏത് സംഘടനയുടെ സമ്മേളനത്തിൽ പോകുന്നതിന് ഞങ്ങളിതിലില്ല. എന്നുവെച്ചാൽ അവരുടെ രാഷ്ട്രീയം ചോദിച്ചല്ല, അവരുടെ സമ്മേളനത്തിൽ നിലപാടുകൾ പറയാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ പറയാൻ ജി സുധാകരൻ സാറിനെ വിളിച്ചാലും എന്നെ വിളിച്ചാലും ഞങ്ങളെല്ലാം പോകും. BJPയുടെയും SDP-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അത്തരം യോഗങ്ങൾ ഞങ്ങൾ പോകാറില്ല. അത് വർഗീയമായി ചിന്തിക്കുന്ന സംഘടനയോട് ഞങ്ങൾ പോകാറില്ല. അതാണ് ഞങ്ങളുടെ ലൈൻ. ആലപ്പുഴയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പ്രാധാന്യം ഏറെയുണ്ട്. അപ്പോൾ ഒരു മഞ്ഞുരുക്കം ജിസവുമായിട്ടുള്ള ഒരു മഞ്ഞുരുക്കത്തിൻ്റെ ഒരു സമയമായിരിക്കും. മഞ്ഞുരുക്കാൻ മഞ്ഞില്ലല്ലോ, പിന്നെ കൂടേണ്ട നിങ്ങൾക്കുള്ള മഞ്ഞൊക്കെ നിങ്ങൾ മാറ്റി അവിടെ ഒരു മഞ്ഞുരുക്കം. ഞങ്ങളിപ്പോൾ ഈ അടുത്ത അസംബ്ലിയിലും പഞ്ചായത്തിലും ജയിക്കാനുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 8 സീറ്റുണ്ട്, അത് നിലനിർത്തണം. ഹരിപ്പാട് പിടിക്കുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ജില്ലയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പഞ്ചായത്തുകളുടെ വിജയം കൂടുതൽ ശക്തിപ്പെടുത്തണം, അതിനുള്ള തയ്യാറെടുപ്പാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്തൊരു പ്രശ്നമില്ല. മറ്റുള്ള പാർട്ടിയിൽ ഐക്യവുമില്ല, അടിയാണ്, വെട്ടുകുത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി പോകുന്നതിൻ്റെ ചെറിയ പ്രയാസം ചില മാധ്യമ സുഹൃത്തുക്കൾ കാണാം. അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഏത് പോലെ ഞങ്ങളുടെ പാർട്ടിയിലുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഒരു ബന്ധനവുമില്ല. അയാൾ പുറത്തല്ലേ ഇപ്പോഴും. പാർട്ടിയിലേക്ക് വരാൻ അയാൾ ആഗ്രഹിച്ച് കത്ത് തന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. ഉണ്ടെങ്കിൽ അത് പാർട്ടി ആലോചിക്കും. ഇപ്പം പാർട്ടിയിലില്ല. അയാൾ പാർട്ടിയിൽ വരണമെന്ന് ആഗ്രഹിച്ച് കത്ത് തന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചർച്ച ചെയ്യും. അയാളെ സംബന്ധിച്ച് ഇപ്പം ആ കേസുണ്ടായിരുന്നു, ആ കേസെല്ലാം വിഡ്രോ ചെയ്തു. അപ്പോൾ അയാൾ അതിന് യോഗ്യനാണെന്ന് ആ പ്രദേശത്തെ പാർട്ടിയും ആ ഏരിയയിലെ പാർട്ടിയും ജില്ലയിലെ പാർട്ടിയും പറയണം. പറഞ്ഞു കഴിയുമ്പോൾ അയാളെ പുറത്താക്കിയ ഘടകം തിരിച്ചെടുക്കണം തീരുമാനിക്കും. അനഭിബന്ധനല്ല. എന്തായാലും ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കകത്തുനിന്ന് പോയി വേറൊരു പാർട്ടിയൊന്നും ചേർന്നിട്ടില്ല. അപ്പോൾ അയാൾ അനഭിബന്ധനായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അയാളുടെ പാർട്ടിയോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ്, തെറ്റ് തിരുത്തി വരാൻ തയ്യാറാണെങ്കിൽ അത്തരം ആളുകളെല്ലാം തിരുത്തിക്കൊണ്ടിരുന്ന പാർട്ടി. അതല്ലേ CPM-ൻ്റെ നിലപാട്.